ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള അങ്ങനെ വേണമല്ലോ പറയാൻ. എന്തിനാണ് ഈ പടത്തിന് ഇത്രയധികം വിവാദം ഉണ്ടാക്കിയതെന്ന് ചോദിച്ചാൽ പടത്തിന്റെ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രൊപ്പഗണ്ട അത്രയാണ് നമുക്ക് മനസ്സിലായത്. ഈ മലയാളത്തിലുള്ള ഒട്ടുമിക്ക സംവിധായകന്മാർക്കുമുള്ള നന്ദി രേഖപ്പെടുത്തുന്നുണ്ട്. അത് കാണുമ്പോൾ തന്നെ അറിയാം ഇത് അതിനുള്ള സംഗതി തന്നെയാണ്. പടത്തെ കുറിച്ച് പറയുമ്പോൾ ആ പടത്തിൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ നമ്മൾ ആ ഒരു ഫസ്റ്റ് ഹാഫ് കൊണ്ടുപോകുമ്പോൾ സെക്കൻഡ് ഹാഫ് കൊണ്ടുപോയിട്ട് നമ്മളെ അങ്ങോട്ട് ഒരു ആവറേജ് ലെവലിലേക്ക് കൊണ്ടുപോകുന്നുള്ളൂ. പടത്തിന്റെ നമ്മൾ ആ ഒരു കോടതി സീനുകൾ, അതായത് സുരേഷ് ഗോപി ഇതിനു മുമ്പ് അഭിനയിച്ച പടങ്ങളിൽ ഇനിയിപ്പോൾ പോലീസ് വേഷമായിട്ടാണെങ്കിലും വക്കീൽ വേഷമാണെങ്കിലും ഒക്കെ അടിപൊളിയാണ്. ആ ഒരു പ്രതീക്ഷ തന്നെയാണ് നമുക്ക് ഈ ഒരു പടത്തിലുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല അടിപൊളിയായിരിക്കും. പഞ്ച് ഡയലോഗുകളൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഹാഫ് ടൈം വരെ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഹാഫ് ടൈമിന് ശേഷം അതൊരു ഡ്രാമ, ആ ഒരു ഡ്രാമ തന്നെ വായിപ്പോയി ആ പടം. രാഷ്ട്രീയപരമായിട്ട് സർക്കാരിനെ എതിർക്കുകയും അതുപോലെ തന്നെ മാധ്യമങ്ങളെ കയറി ചൊറിയുക, മാന്തുക. എന്നെ ചൊറിഞ്ഞാൽ ഞാൻ കയറി മാന്തും. അതായത് കേരളത്തിലെ മാധ്യമങ്ങളോട് മുമ്പിൽ പറഞ്ഞത് അതേപോലെ തന്നെ സിനിമയിലും പറയുന്നുണ്ട്. അങ്ങനെ ചില പ്രൊപ്പഗണ്ടകളൊക്കെ ആ സിനിമയിലുണ്ട്. സുരേഷ് ഗോപിയുടെ മകൻ മാധവ് സുരേഷിന്റെ ആ റോള് അത് അത്ര വർക്കായതായിട്ട് നമുക്ക് തോന്നിയില്ല. എന്നാൽ കൂടെ പടം ഒരു വൺ ടൈം വാച്ചബിൾ തന്നെയാണ്. കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറയാം.